തിരുവചനം തിരുമധുര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അണിതിവാത്സല്യമായ സുഹൃത്തുനാഥ, മഹാകരുണയിലെയും കൃപയിൽ ഒരു പ്രാവശ്യം കൊണ്ട് തൻ്റെ ജനത്തെ നയിക്കുവാൻ അവിടുന്ന് ഒരുക്കുന്ന സാവകാശത്തിനായ നന്ദിയോട് സ്തോത്രം. അവിടുന്ന് കർത്താവെ മാത്രമുള്ള ശുശ്രൂഷകൾ കൂടെ കർത്താവ് അനേകരെ നിന്നിലേക്ക് ആകർഷിക്കുവാൻ, വചനത്തിൽ അവരെ ബലപ്പെടുത്താൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എൻ്റെ കുറവുള്ളവർ, എൻ്റെ ബലഹീനത ഇതിനൊന്നും തടസ്സമുണ്ടാകുവാൻ ഇടയാതെ കർത്താവേ, എൻ്റെ കൃപയുടെ നിറവിൽ നിന്ന് കർത്താവേ, എൻ്റെ ശബ്ദത്തോടും കണ്ടത്തോടും വാക്കുകളോടും വചസ്സലോടും ഉണ്ടായിരുന്ന കർത്താവേ, തൻ്റെ ജനത്തെ ബലപ്പെടുത്താൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. ജനം അങ്ങയുടെ വചനം അടിയൻ അങ്ങയുടെ കർത്താവേ, അങ്ങയുടെ കൃപയുടെ നിറവിൽ നിന്ന് കർത്താവ് വചനം ഏറ്റവും ലളിതമായി തൻ്റെ ജനത്തിന് എത്തിക്കുക മാത്രമല്ല കർത്താവ്, വചനം ജീവിതങ്ങളിൽ ക്രിയ ചെയ്യുവാൻ കർത്താവ് സ്വീകരിപ്പാൻ അവിടുന്ന് പരിശുദ്ധാത്മാവ് ഇടപെടണമെന്ന് ഈ സാക്ഷിക്കുന്ന പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പുണ്യത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ആയിരിക്കുന്ന ജീവിതയാത്രയിൽ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ലക്ഷ്യബോധമുണ്ട്. ലക്ഷ്യബോധം എന്ന് പറയുമ്പോൾ, നാം ജനിക്കുന്ന നാളിൽ നമ്മുടെ മാതാപിതാക്കൾക്കൊരു ലക്ഷ്യബോധമുണ്ട്. നമുക്ക് ലഭ്യമായിരിക്കുന്ന ആ കുഞ്ഞിനെ പറ്റി, അതായത് ആണായാലും പെണ്ണായാലും അവരെ എന്താക്കി തീർക്കണം, അല്ലെങ്കിൽ അവരുടെ വ്യത്യസ്തമായ വളർച്ചയിൽ എന്തൊക്കെ കാര്യം ചെയ്ത് തീർക്കണം, നിവൃത്തിയാക്കണം എന്നുള്ളൊരു ലക്ഷ്യബോധത്തോടെയാണ് അവർ വളർത്തുന്നത്. അതേസമയം ബാലൻ അവൻ്റേതായ ഒരു ജ്ഞാനത്തിൻ്റെ പരിധിയിൽ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ പഠിത്ത കാര്യമായിരിക്കുമ്പോൾ, നമ്മുടെ ഭാരതീയ ഇതനുസരിച്ച് നോക്കുകയാണെങ്കിൽ 8ാം സ്റ്റാൻഡേർഡ് തൊട്ട് അവൻ 12 കഴിയുമ്പോൾ എന്ത് കാര്യത്തിലേക്ക് കടന്നു പോകണമെന്നും എന്ത് സബ്ജക്ട്സ് എടുക്കണമെന്നൊക്കെ ഒരു തീരുമാനമെടുത്ത് അവൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ ലക്ഷ്യ കാര്യങ്ങളിലേക്ക് അവൻ കാൽച്ചുവടുകൾ വെക്കുവാൻ ആരംഭിക്കും. അത് മുൻപോട്ട് പോകുമ്പോൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിവൃത്തിയായിട്ടില്ലെങ്കിൽ അത് ജീവിതത്തിൽ പലവിധ വേദനകളും മാനസിക സംഘർഷങ്ങളും, ആത്മഹത്യയുടെ വക്കിൽ വരെ ചിലപ്പോൾ ആ കുഞ്ഞുങ്ങളെ എത്തിക്കാറുണ്ട്. അവർ ലൗകികമായ ഒരു പാതയുടെ നിർണയത്തെ ചൊല്ലിയാണ് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരുക്കുവാൻ പരിശ്രമിക്കുന്നത്. ലൗകികമായ ലക്ഷ്യബോധത്തോടെയുള്ള പ്രവർത്തന മേഖലയ്ക്കൊത്തവണ്ണമാണ് അവർ പരിശ്രമിക്കുന്നതും അതിനൊത്തവണ്ണമാണ് ഓരോ കാര്യങ്ങളും ഒരുക്കുവാൻ അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഇന്ന് നാം ആയിരിക്കുന്ന ജീവിതയാത്രയിൽ നാം ദേവാലയങ്ങളിൽ കടന്നു പോകാറുണ്ട്, ആരാധനകളിൽ സംബന്ധിക്കാറുണ്ട്. പക്ഷേ ഒരു വ്യക്തിയോട് നാം ചോദിക്കുകയാണെങ്കിൽ, അങ്ങ് എന്തിനാണ് ദേവാലയങ്ങളിൽ കടന്നു വരുന്നത്, അങ്ങയുടെ ജീവിതത്തിലെ ദേവാലയങ്ങളിൽ അല്ലെങ്കിൽ ആത്മീയമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ലഭ്യമാകുന്നത് വിരളമാണ്. കാരണം ചെറുപ്പം തൊട്ട് സൺഡേ സ്കൂളും മറ്റ് ആത്മീയ പ്രവർത്തന മേഖലകളിലും കടന്നുപോയി പരിശീലിപ്പിച്ച ആ പരിശീലനം ചിലപ്പോൾ ആ ഒരു പരിശീലനത്തിൻ്റെ ഭാഗമായി അങ്ങ് മുമ്പോട്ട് പോകുന്ന അനേകരെ നാം കാണുവാൻ കഴിയുന്നുണ്ട്. എങ്കിലും ചിലരെങ്കിലും ജീവിതയാത്രയിൽ ദൈവത്തിന് വേണ്ടി ചില ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൻ്റെ പ്രവർത്തന മേഖലകളിൽ നിന്ന് മാറി അവർ ദൈവ പ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരുന്നതും നാം കാണാറുണ്ട്. ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മെ വഴി നടത്തുന്നത് ആരാണെന്നും നമ്മുടെ ജീവിതത്തിൻ്റെ പാതയുടെ അവസാന ലക്ഷ്യം എന്താണെന്ന് നമുക്ക് വ്യക്തമായ ഒരു ബോധ്യം വേണം. ക്രൈസ്തവ സമൂഹത്തിൽ പ്രത്യേകിച്ചും ജനിച്ചു വളരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോൾ, ഒരു ക്രിസ്ത്യാനിയുടെ ഏക ലക്ഷ്യം നിത്യജീവനിലേക്കായിരിക്കണം. ആ നിത്യജീവൻ ലക്ഷ്യം വെച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ അതിലേക്ക് എത്തുവാൻ വേറെ ഒരു കുറുക്കുവഴിയുമില്ലെന്ന് വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഏക വഴി കർത്താവായ യേശുക്രിസ്തുമായ ഒരു ബന്ധം മാത്രമാണ്. മറ്റെന്തൊക്കെ നാം ഈ ലോകത്ത് ചെയ്താലും അത് നമ്മെ നിത്യജീവനിലേക്ക് എത്തിക്കുവാൻ കഴിയില്ല. എത്ര വ്യക്തമായിട്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 14:6 ഇപ്രകാരമാണ് പറയുന്നത്:
യേശു അവനോട് പറഞ്ഞത്, യേശു അവനോട് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. എത്ര വ്യക്തമായ കൃത്യമായിട്ടാണ് പറയുന്നത്, ഞാൻ മുഖാന്തരമല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഞാൻ മുഖാന്തരം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷകളിൽ സംബന്ധിച്ചത് കൊണ്ട് മാത്രമായി പോരാ, കർത്താവിൻ്റെ ദേവാലയങ്ങളിൽ കടന്നുപോയി ആരാധനകളും തിരുമേശയിൽ സംബന്ധിച്ചത് കൊണ്ട് മാത്രമായി പോരാ, എങ്കിലോ കർത്താവുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ എന്ത് ബന്ധമുണ്ട്? ഒരു വ്യക്തിഗത ബന്ധമുണ്ടോ? കർത്താവിൻ്റെ വചനമായ ഒരു വ്യക്തിഗത ബന്ധമുണ്ടോ എന്ന് നാം ചിന്തിക്കണം. അതുണ്ടെങ്കിൽ മാത്രമേ ദൈവകൃപയിൽ വളരുക മാത്രമല്ല, ദൈവം ആഗ്രഹിക്കുന്ന പാതയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നടക്കുവാൻ കഴിയുകയുള്ളൂ. ഇപ്രകാരം പറയുവാനുള്ളൊരു കാരണമുണ്ട്. അത് നമ്മൾ പുറമോട്ടൊന്ന് വായിക്കുകയാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 13:33 വായിക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ ഞാൻ ഇനിയും അല്പസമയം മാത്രം നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ലെന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു. യഥാർത്ഥമായ കർത്താവിന്റെ ക്രൂശമരണത്തെ പറ്റിയും 3-ാം ദിവസത്തെ ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണത്തെ പറ്റി ആണ് ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, ഇനിയും അല്പസമയം മാത്രം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുക. അത് കഴിയുമ്പോൾ ക്രൂശമരണവും ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും ഒക്കെയുണ്ട്. ഞാൻ പോകുന്നിടത്ത് നിങ്ങൾ കടന്നു വരുവാൻ കഴിയാതെ പോകുന്ന കാര്യമൊക്കെ അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ അത് മനസ്സിലാക്കുവാൻ കഴിയാതെ ആയിരിക്കുന്ന ശിഷ്യന്മാരോട് അതിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 14:2-3 വായിക്കുമ്പോൾ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അവിടെ കർത്താവ് സ്വർഗത്തിൻ്റെ അല്ലെങ്കിൽ മരണം കഴിഞ്ഞുള്ള നിത്യജീവൻ്റെ കാര്യങ്ങളെ പറ്റിയാണ് ബോധ്യപ്പെടുത്തുന്നത്. അതായത് ഞാൻ കടന്നുപോയി നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കുമെന്ന്. കർത്താവിനെ ഭൂമുഖത്തേക്ക് യഹോവയെ ദൈവം അയക്കുന്നത് തന്നെ അറ്റുപോയ ബന്ധത്തിലേക്ക്, ദൈവവും മനുഷ്യനുമായ അറ്റുപോയ ബന്ധത്തിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ടുവരുവാൻ യാഗമായി അർപ്പിക്കപ്പെടത്തക്കോണം ആണ് കർത്താവിനെ ഇവിടെ അയക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് വീണ്ടും വന്ന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവിൻ്റെ രണ്ടാം വരവിനെ പറ്റി ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, കർത്താവ് തൻ്റെ ഇഹലോക ജീവിതത്തിൽ തൻ്റെ ക്രൂശുമരണവും സ്വർഗാരോഹണവും മാത്രമല്ല, തൻ്റെ രണ്ടാം വരവിനായി ഒരുക്കുന്ന ഒരവസ്ഥയുമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നിത്യജീവനിലേക്ക് നയിക്കത്തക്കവണ്ണമുള്ളൊരവസ്ഥ. അതുകൊണ്ടാണ് നാം ആദ്യം വായിച്ച ഇതിൽ പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. 3 വ്യത്യസ്തമായ കാര്യമാണ് പറയുന്നത്. വഴിയും സത്യവും ജീവനും. ഈ 3ഉം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ നിത്യജീവനിലേക്ക് ആ കർത്താവ് ഒരുക്കിയിരിക്കുന്ന വഴിയിൽ കൂടെ സത്യത്തിൽ കൂടെ നാം നടക്കണമെങ്കിൽ കർത്താവ് കൂടെ കഴിയുകയിൽ മാത്രമേ ഉള്ളെന്ന് അതവിടെ പറയുന്നതുമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14:3-4 വായിക്കുമ്പോൾ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്നിടത്തേക്കുള്ള ഒരു വഴി നിങ്ങൾക്കറിയാം. ഞാൻ ചെല്ലുന്നിടത്ത് നിങ്ങൾ കടന്നു വരണമെങ്കിൽ, അതായത് ഞാനൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നവർക്ക് അവിടെ കടന്നു വരണമെങ്കിൽ ആ സ്ഥലം എവിടെയാണെന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയണം.
അവിടെ എത്തുവാനുള്ള വഴി എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയണം. എങ്കിൽ മാത്രമേ അവർക്ക് വരുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് 4-ാമത്തിൽ പറയുന്നത്, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്ക് അറിയാമെന്ന്. അതൊരു കാര്യം പറയുമ്പോൾ തോമാസ് ലീഹായ്ക്ക് ഒരു ചോദ്യമുണ്ട്. 14:5 ഇപ്രകാരമാണ് തോമാസ് ലീഹ ചോദിക്കുന്നത്. തോമസ് അവനോട് കർത്താവേ നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി എങ്ങനെ ഞങ്ങൾ അറിയും എന്ന് ചോദിച്ചു. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ 3.5 വർഷം ഏകദേശം കൂടെ നടന്ന് പ്രവർത്തിച്ച ശിഷ്യന്മാരാണ്. കർത്താവിൻ്റെ എല്ലാവിധ പ്രവർത്തന ശൈലികളിലും, അതായത് ഗിരിപ്രഭാഷണമായാലും മറ്റ് ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങളായാലും പല വ്യത്യസ്തമായ കാര്യങ്ങളിൽ കൂടെ, ഉപമകൾ കൂടെ, മറ്റ് സുവിശേഷങ്ങളിൽ കൂടെ പല കാര്യങ്ങൾ അവരെ ബോധ്യമാക്കിയിട്ടുണ്ടെങ്കിലും അവർ ഇന്നും അവരുടെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞ കാര്യത്തിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാതെ പോകുന്ന അവസ്ഥയാണ്. നിൻ്റെയും നിങ്ങളുടെയും ജീവിതം നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുകയാണെങ്കിൽ, വചനത്തിൽ കൂടെ പല കാര്യം ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതം എങ്ങനെ തിട്ടപ്പെടുത്തി ദൈവം ആഗ്രഹിക്കുന്ന പാതയിലേക്ക് കടന്നു വരണം എന്നൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുവാൻ പരിശ്രമിക്കും. പക്ഷെ അത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ ഇവിടെ തോമാസ് ലീഹ കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം പോലെയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ചോദ്യങ്ങൾ. കർത്താവെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് നിത്യജീവൻ പ്രാപിക്കേണ്ടത്? എങ്ങനെയാണ് നിൻ്റെ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്നത്? എന്താണ് നിനക്ക് പ്രസാദകരമായ പ്രവർത്തനം? ഇങ്ങനെയുള്ള പലവിധ ചോദ്യങ്ങൾ. അതുകൊണ്ടാണ് കർത്താവ് 14:6 പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും എന്നിൽ കൂടെ അല്ലാതെ നിങ്ങൾക്ക് എൻ്റെ പിതാവിൻ്റെ അടുക്ക് കടന്നു വരുവാൻ കഴിയുകയില്ല. കർത്താവ് ആണ് നമ്മുടെ വഴി. മുമ്പോട്ട് വായിക്കട്ടെ. റോമാലേഖനം 3:22-24 വായിക്കുമ്പോൾ, ദൈവത്തിൽ നിന്നുള്ള ഈ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ലഭിക്കുന്നത്. ഇവിടെ വിവേചനം ഒന്നുമില്ല. എന്തെന്നാൽ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശു മുഖാന്തരമുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ഇവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വേണം. സമ്പൂർണമായ ഒരു വിശ്വാസം, ഒരു ഉപാധിയില്ലാത്ത വിശ്വാസം. ആ വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തോട് അടുക്കുക മാത്രമല്ല. പറയുന്നത് എന്താണ്? വിശ്വാസത്തിലൂടെയാണ് ലഭിക്കുന്നത്. ഇവിടെ വിവേചനമില്ല, മറ്റ് ഒരു കാര്യവുമില്ല. അതായത് ഒരാളുടെ ശുപാർശയോ കർത്താവ് ഇവൻ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോണം, അങ്ങനൊരു കാര്യമില്ല. അവിടെ നമ്മുടെ വ്യക്തിഗത ബന്ധം മാത്രമാണ് അവിടെ ആവശ്യം. ആ ബന്ധത്തിൻ്റെ ദൃഢതയ്ക്കൊത്തവണ്ണമാണ് നമുക്ക് ദൈവവുമായിട്ട് കൂടുതൽ അടുക്കുവാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ പ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരുവാൻ കഴിയുന്നത്. അതുകൊണ്ട് കാരണം 23 എന്തെന്നാൽ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാതാക്കി തീർന്നു. അവൻ്റെ കൃപയാൽ യേശു ക്രിസ്തു മുഖാന്തരമുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. സൗജന്യമായുള്ള നീതീകരണം. അതുതന്നെയാണ് സങ്കീർത്തനം 119:142 ഇപ്രകാരമാണ് പറയുന്നത്, നിന്റെ നീതി ശാശ്വത നീതിയും നിന്റെ ന്യായപ്രമാണം സത്യവുമാകുന്നു. ദൈവത്തിൻ്റെ നീതി, അതായത് കർത്താവിൻ്റെ നീതി 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ നിലനിൽക്കുന്ന നീതിയല്ല, എന്നേക്കും ശാശ്വതമായി നിലനിൽക്കുന്ന നീതിയാണ്. നാം മടങ്ങി വരികയാണെങ്കിൽ, വീഴ്ചകൾ പറഞ്ഞ് ദൈവവുമായി മാനസാന്തരപ്പെട്ട് മടങ്ങി വരികയാണെങ്കിൽ, ദൈവം നമ്മളെ കർത്താവ് നീതീകരിച്ച് നമ്മുടെ മാനസാന്തരം പൂർണ്ണമായി ഉൾക്കൊണ്ട് നമ്മളെ വീണ്ടെടുക്കുവാൻ കഴിയുന്ന കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടുകയില്ലെന്നാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 5:17 ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ ന്യായപ്രമാണത്തെയോ
പ്രവാചകന്മാരെയോ നീക്കേണ്ടതിനാണ് വന്നതെന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല നിവർത്തിക്കുവാനത്രേ ഞാൻ വന്നത്. അന്നത്തെ യഹൂദ സമുദായം കർത്താവിൻ്റെ ആഗമനത്തിനായി കാത്തിരിക്കുന്ന സമയമാണ്. പക്ഷേ മശിയ എങ്ങനെ വരുമെന്നെങ്ങും പറയുന്നുണ്ടെങ്കിലും അത് ആ പ്രവാചകന്മാരിൽ കൂരും മറ്റുള്ളവരിൽ കൂടെ എല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥമായി മശിയയുടെ ജനനം വരുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്തൊരു ജനമധ്യത്തിലാണ്. കാരണം ജീവിതത്തിൽ ഇത്രമാത്രം താഴ്മയോട് അല്ലെങ്കിൽ ഹീനമായ ജനനമായിരിക്കുമെന്ന് ഒരു മശിയയുടെ ഒരിക്കലും അവർ ചിന്തിച്ചില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നീക്കുവാനല്ല നിവർത്തിക്കുവാൻ അത്രേ ഞാൻ വന്നത്. എബ്രായ ലേഖനം 2:11 ഇപ്രകാരമാണ് പറയുന്നത്, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നില്ല. കർത്താവിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. അതായത് വിശുദ്ധീകരിക്കുന്ന കർത്താവ് വിശുദ്ധീകരിക്കപ്പെടുന്ന ജനത്തിനും പിതാവ് ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് കർത്താവ് തന്നോടൊപ്പം ആ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവനെ സഹോദരൻ എന്ന് വിളിക്കുവാൻ ഇടയാകുന്നത്. അതിന് ലജ്ജിക്കുന്നില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ ആത്മീയ മേഖല സമൂഹങ്ങളിൽ ഒരു പുതിയ കൂട്ടുവിശ്വാസി കടന്നു വന്നാൽ നമുക്ക് എത്രമാത്രം അവരെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നുണ്ട്, ആ സ്നേഹത്തിൻ്റെ കൂടെ നടത്തുവാൻ കഴിയുന്നുണ്ടെന്ന് ചിന്തിക്കണം. യോഹന്നാന്റെ സുവിശേഷം 10:17-18 ഇപ്രകാരമാണ് പറയുന്നത്, എന്റെ ജീവൻ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാനത് കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അത് എന്നിൽ നിന്ന് എടുക്കുന്നില്ല. ഞാൻ തന്നെ അത് കൊടുക്കുന്നു. അത് കൊടുക്കുവാൻ എനിക്ക് അധികാരമുണ്ട്. വീണ്ടും അത് പ്രാപിക്കുവാൻ അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. നാം 3 കാര്യമാണ് ആദ്യം: വഴിയും സത്യവും നീതി ജീവനും. വഴിയും സത്യത്തെ പറ്റി നമ്മൾ പഠിക്കുകയുണ്ടായി. ഏറ്റവും അവസാനം ജീവൻ. കർത്താവ് സ്വയം ജീവൻ നൽകി 3-ാം ദിവസം ഉയർന്നേറ്റ് ജീവൻ്റെ മേൽ അധികാരം പ്രാപിക്കുവാൻ കഴിയുമെന്നുള്ളതിൻ്റെ കാര്യമാണ് ഇവിടെ വ്യക്തമായി പ്രസ്താവിക്കുന്നത്. പറയുന്നത് എന്താണ്? എൻ്റെ ജീവൻ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അത് കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അത് എന്നിൽ നിന്ന് എടുക്കുന്നില്ല. ഞാൻ തന്നെ അത് കൊടുക്കുന്നു. അത് കൊടുക്കുവാൻ എനിക്ക് അധികാരമുണ്ട്. വീണ്ടും അത് പ്രാപിക്കുവാൻ അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. മരണത്തെ ജയിച്ച് എന്നും ജീവിക്കുന്ന കർത്താവ് ഇതിന്മേൽ അധികാരമുണ്ടെന്ന് എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇന്നും ജീവിക്കുന്ന കർത്താവ് നമ്മുടെ മധ്യയിലുണ്ടെന്നൊരു വിശ്വാസത്തിൻ്റെ പൂർണ്ണത എനിക്കും നിങ്ങൾക്കും വേണം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നെന്ന് പറയുമ്പോൾ ആ വഴിയും സത്യവും ജീവനുമാകുന്ന കർത്താവോട് കൂടെ നടക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം നാം മുന്നോട്ട് പോകുക മാത്രമല്ല, അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കുവാൻ, വെളിച്ചത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ, കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക്, കർത്താവ് ഒരുക്കിയിരിക്കുന്ന വഴിയിലേക്ക്, നിത്യജീവൻ്റെ വഴിയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14:18-19 വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. അല്പകാലം കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല. നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നതിനാൽ നിങ്ങളും ജീവിക്കും. ഇവിടെയും പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അനാഥ എന്ന് പറയുമ്പോൾ, അനാഥത്വത്തിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ, ഈ കോവിഡ് കാലത്തിൽ നമ്മൾ കണ്ടറിഞ്ഞ കാര്യങ്ങളാണ് ഇവയൊക്കെ. നമ്മുടെ ചുറ്റുപാടുമുള്ള എത്രയോ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ ആ മഹാമാരിയിൽ നഷ്ടപ്പെട്ടു പോയപ്പോൾ അനാഥത്വത്തിൻ്റെ അവസ്ഥ, ആരും ചോദിക്കുവാനില്ലാത്ത അവസ്ഥ, ഏറ്റവും വേദനകരമായ അവസ്ഥ.
അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കടത്തിവിടുകയില്ലെന്നാണ് കർത്താവിനോട് ബന്ധമുള്ളവരുടെ ജീവിതത്തിൽ ഒരിക്കലും അനാഥത്വത്തിൻ്റെ അവസ്ഥ കർത്താവ് നമ്മളെ കടത്തിവിടുകയില്ല. അതുമാത്രമല്ല, അവിടെ രണ്ടാമത് പറയുന്നത്, ലോകം എന്നെ കാണുകയില്ലെങ്കിലും നിങ്ങൾ എന്നെ കാണും. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടത് ശിഷ്യന്മാരാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടൊപ്പം വസിച്ചത് ശിഷ്യന്മാരാണ്. അപ്പോൾ ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്നെയും നിങ്ങളെയും നയിക്കത്തക്കോളം കൂടെ വസിക്കുവാൻ, കൂടെ നടക്കുവാൻ തയ്യാറാണ്. പക്ഷേ ആ അനുഭവം എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ എനിക്ക് ആ കർത്താവുമായിട്ട് അപ്രകാരം ഒരു ബന്ധം വേണം. എനിക്ക് ആ കർത്താവുമായിട്ടൊരു ആഴമായൊരു ബന്ധം വേണം. കർത്താവ് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണ വിശ്വാസം വേണം. ഒരു ഉപാധിയില്ലാത്ത വിശ്വാസം, സമ്പൂർണ്ണമായ എ ബ്ലൈൻഡ് ഫെയ്ത്ത്, അതാണ് വേണ്ടത്. ഒരു ചോദ്യമില്ലാത്ത വിശ്വാസം. അപ്രകാരം കർത്താവിൽ വിശ്വാസം ഉള്ളെങ്കിൽ മാത്രമേ, അനാഥത്വത്തിൻ്റെ അവസ്ഥ മാത്രമല്ല, കൂടെ നടക്കുന്ന, കൂടെ ജീവിക്കുവാൻ കഴിയുമെന്ന് പറയുന്ന കർത്താവിൻ്റെ വാഗ്ദത്തം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഭവമാക്കുവാൻ കഴിയുകയുള്ളൂ. 2 കൊരിന്ത്യർ 4:18 ഇപ്രകാരമാണ് പറയുന്നത്, കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികവും കാണാത്തത് നിത്യവുമാകുന്നു. കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും ലോകത്തിന് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ അതൊക്കെ നശിച്ചു പോകും, അല്ലെങ്കിൽ നമ്മളെ വിട്ടുപോകുന്ന കാര്യങ്ങളാണ്. എങ്കിലോ കാണാൻ കഴിയാത്ത കർത്താവിൻ്റെ സാന്നിധ്യം, ആ കർത്താവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ എന്നെന്നും നിലനിൽക്കുമെന്നാണ് പറയുന്നത്. കാണുന്നത് താൽക്കാലികവും കാണാത്തത് നിത്യവുമാണ്. നിത്യജീവനിലേക്ക് കടന്നു വരുവാനുള്ള സാഹചര്യം. പക്ഷേ ആ നിത്യതയിലേക്ക് എനിക്കും നിങ്ങൾക്കും കടന്നു വരണമെങ്കിൽ ഏക കാര്യം കർത്താവിൽ വിശ്വസിക്കുക എന്ന് മാത്രമാണ്. എന്നിൽ വിശ്വസിക്കുന്നവനോ നിത്യജീവൻ ലഭ്യമാകുവാൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിൽ വഴിയും സത്യവും ജീവനും കർത്താവായിരിക്കും എന്നാണ് പറയുന്നത്. കർത്താവിൽ കൂടെ അല്ലാതെ ആ പാതയിൽ കടന്നു പോകാൻ മാത്രമല്ല, അവിടെ പ്രവേശനം പോലും കഴിയുകയില്ലെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 1:17 ഇപ്രകാരമാണ് പറയുന്നത്, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭ്യമായ ന്യായപ്രമാണം അന്നത്തെ ജനസമൂഹത്തിനെ നിഷ്ഠൂരമായി പീഡിപ്പിക്കുന്ന അവസ്ഥകൾ പോലും ആയി തീർന്നിരുന്നു. കാരണം അത് ആ ന്യായപ്രമാണം കൈകാര്യം ചെയ്ത വ്യക്തികൾ അവരുടേതായ താല്പര്യങ്ങൾക്കൊത്തവണ്ണം, അവരുടേതായ ജീവിത സൗകര്യങ്ങൾക്കൊത്തവണ്ണം പുതിയ വ്യാഖ്യാനങ്ങളും മറ്റു വ്യാഖ്യാനങ്ങളും ഒരുക്കി ജനത്തെ പീഡിപ്പിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ കർത്താവ് ആ ന്യായപ്രമാണത്തിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, കൃപയും സത്യവും നൽകി ആ ജനത്തെ എന്നേക്കുമായി അതിൽ നിന്ന് വിടുവിക്കുവാൻ ഇടയാക്കി. ആ കൃപയിൽ വീണ്ടെടുക്കുന്ന കർത്താവിൻ്റെ കൃപ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഭവമാക്കണമെങ്കിൽ ആ കർത്താവുമായിട്ടൊരു ബന്ധം വേണം. മുമ്പോട്ട് അപ്പോസ്തല സുവിശേഷം 4:12 ഇപ്രകാരമാണ് പറയുന്നത്, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഇത്ര വ്യക്തമായിട്ടാണ് ഇവിടെ അപ്പോസ്തലന്മാർ പറയുന്നത്. അതായത് മറ്റൊരുവനിലും രക്ഷയില്ല, കർത്താവല്ലാതെ മറ്റൊന്നിലും രക്ഷയില്ല. നാം ദിനംതോറും എല്ലാ ആരാധനകളിൽ കടന്നുപോയി യാഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ, സ്തോത്രയാഗങ്ങളും മറ്റെല്ലാം അർപ്പിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അവിടെ ഒന്നും രക്ഷയില്ല. രക്ഷ പ്രാപിക്കണമെങ്കിൽ കർത്താവുമായിട്ടൊരു ബന്ധം വേണം, കർത്താവ് മാത്രമായിട്ടൊരു ബന്ധം വേണം. അപ്പോഴാണ്, കാരണം അവിടെ പറയുന്നത് മറ്റൊരുവരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ലെന്ന്. അതുകൊണ്ടാണ് യേശുവിൻ നാമം ജയിക്കുന്ന നാമം എന്ന് പറയുന്നത്. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ജയമുണ്ട്. അതുതന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 10:9 പറയുന്ന കാര്യം, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, എന്നിൽ നിന്ന് കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. കർത്താവിൻ്റെ അനുഗ്രഹം, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വഴിയും കർത്താവിൻ്റെ വാതിലുമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്ന് നാം ക്രൈസ്തവ സമൂഹത്തിൽ ജീവിച്ചത് കൊണ്ടായിട്ടല്ല, ക്രൈസ്തവ ഭവനത്തിൽ ജനിച്ചത് കൊണ്ടായിട്ടല്ല,
ക്രൈസ്തവ ആരാധനകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് മാത്രം പോരാ, കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ടോയെന്നൊന്ന് ചോദിക്കണം. കാരണം പുസ്തകനായ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14:6 പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ മറ്റാർക്കും പിതാവിലെത്തുവാൻ കഴിയില്ല. ഇവിടെ പറയുന്നത് ഞാൻ വാതിലാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആർക്കും അതിൽ പ്രവേശിക്കുവാൻ കഴിയില്ല. എങ്കിൽ ഇന്ന് വരെ കർത്താവിനെ പൂർണ്ണമായി സ്വീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മുടെ ചിന്തകളിൽ അപ്രകാരം അതിനുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് കർത്താവിനെ പൂർണ്ണമായി സ്വീകരിച്ച് ആ നിത്യജിലേക്ക് നമ്മളെ വളർത്തത്തക്കണം, നയിക്കത്തക്കണം ഈ വചനം നാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ തലകളെ വണക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അതിവാത്സല്യമായ സർവ്വസ്തുനാഥ, എൻ്റെ കൃപയുടെ സാന്നിധ്യത്താൽ ഇത്രത്തോളം ഞങ്ങളെ വഴിയർത്തി കർത്താവേ. നിത്യജീവനിലേക്കുള്ള വഴി നീ മാത്രമാണെന്ന് കർത്താവേ, നീ അല്ലാതെ വേറൊരു വഴിയില്ലെന്ന് കർത്താവേ, എത്ര വ്യക്തമായി കർത്താവേ നീ ഞങ്ങളെ വചനത്തിൽ കൂടെ മനസ്സിലാക്കി തന്നു കർത്താവേ. അപ്രകാരം ഞങ്ങളുടെ ജീവിതമായി തീരുവാൻ, നിന്നിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ, അനേകരെ നിന്നിലേക്ക് ആകർഷിക്കുന്ന ജീവിതമായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകിച്ചും ഈ വചനം കേട്ട ഓരോരുത്തരെയും ഇടയാക്കണമെന്ന് പറഞ്ഞു. എൻ്റെ കൃപയുടെ സാന്നിധ്യം ഞങ്ങളെ ബലപ്പെടുത്തി അന്ധകാരമുള്ള ലോകത്തിൽ കർത്താവ് നിൻ്റെ പ്രകാശ ഗോപുരങ്ങളായി തീർന്ന് അനേകരെ നിന്നിലേക്ക് ആകർഷിക്കുന്ന കർത്താവെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരുടെ അടുത്ത് ഉപയോഗിക്കണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമീൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.